ഓരോ സ്ത്രീകളുടെയും അഭിമാനവും ആത്മാഭിമാനം അവളുടെ കൈകളിൽ ഭദ്രമായിരിക്കണം. അത് മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി അടിയറ വയ്ക്കാനോ ഉള്ളതല്ല ഒരു സ്ത്രീ എന്ന് പറയുന്ന അവളുടെ ആത്മാഭിമാനം. നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് 14 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ 14 പ്രാവശ്യം ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്നത്? പീഡനം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രാവശ്യം എന്തെങ്കിലും കാലോ കയ്യോ കെട്ടിയിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. ഓക്കെ, അതൊരു അബദ്ധം പറ്റി അല്ല അങ്ങനെ സംഭവിച്ചേക്ക്. ഈ 14 പ്രാവശ്യമൊക്കെ ഒരാളെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് പീഡനമെന്ന് എങ്ങനെയാണ് പറയുക? എനിക്കത് മനസ്സിലാവാത്തതാണ്. അതോ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ അതെന്താന്ന്? എനിക്കറിയില്ല അതെന്താന്ന്. ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഒരാളെ 14 പ്രാവശ്യം പീഡിപ്പിക്കുക എന്ന്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു സ്ത്രീകൾ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു വസ്തുവാണെന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനവും അന്തസ്സും ഉള്ളവർ തന്നെയാണ്. അവർക്ക് പുരുഷനൊപ്പം തന്നെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുകയും അതുപോലെ തന്നെ കുടുംബത്തിന് ഒപ്പം തന്നെ പ്രാധാന്യം കൊടുത്ത് ഒരുപോലെ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ. അല്ലാതെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന ജോലി ചെയ്ത് കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേനും പല മേഖലകളിലും സ്ത്രീകളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവിടെ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്താണ്? കൂടുതലും നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എവിടുന്നെങ്കിലും നമുക്ക് അഹിതമല്ലാത്ത നമുക്ക് ഇഷ്ടമല്ലാത്ത ഹിതമല്ലാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളെ ഒരു നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കീഴ്ജീവനക്കാരിയാണെങ്കിൽ നമുക്ക് മേലുദ്യോഗസ്ഥരോട് നമുക്ക് പരാതിപ്പെടാം. അവരാണ് പീഡിപ്പിക്കാൻ പറ്റുന്നെങ്കിലും അതിനും മേളിലുള്ള ആൾക്കാരുണ്ട്. എവിടെയും നമുക്ക് പരാതിപ്പെടാൻ അവസരമുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ അടുത്ത് നമുക്ക് പറയാം. എന്തിനും ഏതിനും പരിഹാരമുണ്ട്. അല്ലാതെ ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒളിച്ചു വെച്ച് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എതിർക്കാനുള്ളത് നമ്മൾ എതിർക്കുക. ഏതൊരു കാര്യമാണ് നമുക്ക് സ്ത്രീകൾക്ക് നേരെ വരുന്ന അതിക്രമത്തെ നമുക്ക് ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. പക്ഷെ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഇവിടെ നിയമമുണ്ട്, സ്ത്രീ സുരക്ഷയുണ്ട്. ഇതെല്ലാം ചെയ്യാതിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ ചൂഷണം ചെയ്തു അല്ലെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനവൻ സംരക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വയം സൂക്ഷിക്കുക എന്നുള്ളത്. ഒരിക്കലും ആരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരത്തില്ല. അതുകൊണ്ട് അവനവൻ അന്തസ്സായിട്ട് ജീവിച്ചാൽ ഒരിക്കലും ആരിൽ നിന്നും നമുക്കൊന്നും അനുഭവിക്കേണ്ടി വരികയല്ല. സ്വയം ആത്മാഭിമാനത്തോടെ ഓരോ സ്ത്രീകളും ജീവിക്കുക. ഓരോരുത്തരും മുന്നോട്ട് ഓരോ കാൽ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ തട്ടി നീക്കാനുള്ള അഭിമാനം നമുക്കുണ്ടായിരിക്കുക, ആത്മധൈര്യം ഉണ്ടായിരിക്കുക. അതാണൊരു സ്ത്രീ. അങ്ങനെയൊന്നും മുന്നോട്ട് പോയി നോക്കുക. ഒരിക്കലും നമുക്ക് ഒന്നും സംഭവിക്കില്ല. അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. താങ്ക് യു.